ശരി ശരി, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു മൂന്നാമത്തെ അറിയിപ്പും കൂടെ, യെസ്. ഒരറിയിപ്പും ഒരറിയിപ്പും കൂടെ. അതായത് എൻ്റെ പ്രിയ കൂട്ടുകാരെ, സഹോദരങ്ങളെ, തെളിവില്ലാതെ ഇതിൽ വന്നിട്ട് പറയാൻ വരരുത് പ്ലീസ്. ഞാൻ ലേശം ആഹാരം കഴിച്ചിരുന്നത് കൊണ്ടാണ് ട്രൂവിന്റെ അടുത്ത് പല ചോദ്യങ്ങളും ചോദിക്കാനുണ്ടായിരുന്നു, അത് ഞാൻ ചോദിക്കാതെ പോയത്. അപ്പൊ ഇതിനകത്ത് വന്നിരുന്ന് നിങ്ങൾ തെളിവില്ലാതൊക്കെ ഓരോന്ന് പറഞ്ഞു കഴിയുമ്പോൾ ബുദ്ധിമുട്ട്. ഈ റൂം, അതായത് ഈ റൂമിലുള്ളവർ കള്ളം പറയുന്നവരാണെന്നുള്ള ഒരു പ്രചാരം ഉണ്ടാവും. അതും കട്ട് ചെയ്തിട്ടായിരിക്കും കൊണ്ടുപോകുന്നത്. അവർ കട്ട് ചെയ്ത് കൊണ്ടുവന്ന് ഇട്ടിട്ടായിരിക്കും ഇങ്ങനെ പ്രചരിപ്പിക്കുന്നത്. അതുകൊണ്ട് തെളിവില്ലാതെ വന്ന് ഒരു കാര്യവും പറയരുത്. ഓക്കെ, പറഞ്ഞോളൂ ട്രൂത്ത്. ഓക്കെ, ഞാൻ പറയാം. ഞാൻ ഒരു ഫാക്റ്റും ഇത് ഇല്ലാതെ ഞാനൊന്നും പറയത്തില്ല. ഞാനിപ്പം പറയാം. ഒരാള് വിഷം കൊണ്ട് മരിച്ചയാണെന്ന് നമ്മൾ എങ്ങനെയാ അറിയുന്നത്? അവിടെ എന്തോ ഓട്ടോപ്സി റിപ്പോർട്ട് ഉണ്ടായിരുന്നോ? ഇല്ലായിരുന്നല്ലേ? അപ്പോ അതിന്റെ എങ്ങനെയാണ് വരുന്നത്? ഞാൻ വേണമെങ്കിൽ അത് ഞാൻ കേൾപ്പിക്കാം. എടുത്തോളൂ, ഒരു മിനിറ്റ് എടുത്തോളൂ. സാഹി ബുഖാരി എടുത്തോളൂ. അപ്പം അക്കോർഡിംഗ് ടു ദ ഹദീത്ത്, മുഹമ്മദ് വാസ് poisoned by a Jewish അക്കോർഡിംഗ് ടു woman. വിച്ച്, എക്സ്ക്യൂസ് മീ, അക്കോർഡിംഗ് ടു വിച്ച് ഹദീത്ത്? Hadith. അക്കോർഡിംഗ് ടു ദ ഹദീത്ത് അല്ല, ഹദീത്ത്സ് അല്ല, ഏത് ഹദീത്തുകൾ? ആരെങ്കിലും എന്തെങ്കിലും എഴുതി വെച്ചാൽ ഞങ്ങളിവിടെ ഇരിക്കുന്നത് പുസ്തകങ്ങളായിട്ട് റെഫർ ചെയ്യാനാണ്. ഈ ഹദീതുകളെല്ലാം ഞങ്ങൾ പുസ്തകങ്ങളാക്കി ഞങ്ങളുടെ കയ്യിൽ വെച്ചിരിക്കുകയാണ്. അല്ല, ഒരിക്കലും കേൾക്കാത്ത ഒരു സംഭവം ഞാൻ അതിന്റെ നമ്പർ അല്ല, താങ്കൾ പറഞ്ഞ കാര്യം ആരും കേൾക്കാത്തതാണ്. ഞങ്ങൾ വായിച്ചിട്ടില്ല, ഞങ്ങൾ കേൾക്കാത്തതാണ്. ഏകദേശം 8-9 ഹദീസുകൾ മുഹമ്മദിന്റെ മരണത്തെക്കുറിച്ച് ഞാൻ തന്നെ കഴിഞ്ഞ ദിവസം റെഫർ ചെയ്തു. അതിലെങ്ങും ഇല്ലാത്തൊരു കാര്യം, ഇന്ന് വരെ നമ്മൾ ചർച്ച ചെയ്തിട്ടില്ലാത്തൊരു കാര്യമാണ് താങ്കൾ പറഞ്ഞത്. അത് അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കുവാൻ വേണ്ടിയിട്ട് ഒരു സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യൂ സഹോദരൻ. അതങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ താങ്കൾ ശകാരിക്കുകയോ ബഹളം വെക്കുകയോ ഒന്നും ചെയ്തില്ല. താങ്കളെ വേദിയിൽ തന്നെ ഇരുത്തിയിരിക്കുകയല്ലേ. അങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കും കൂടെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് താങ്കളോട് അത് ചോദിച്ചത്. അങ്ങനെ ഏതെങ്കിലും ഉണ്ടോ? അപ്പോൾ താങ്കൾ പറഞ്ഞു അത് അങ്ങനെ ഉണ്ടോ എന്ന് നോക്കണം. അതും ഇസ്ലാമികർ പറയുന്ന ന്യായമാണ്. അപ്പോൾ നമുക്ക് അങ്ങനത്തെ സംഭവങ്ങളില്ല. നമ്മളിവിടെ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് പ്രൂഫ് ഇല്ലാത്തൊരു കാര്യം നമ്മളിവിടെ സംസാരിക്കേണ്ട, അത്രയേ ഉള്ളൂ. ഇവിടെ ഞങ്ങൾ മുഹമ്മദ് വിഷം കഴിച്ചാണ് മരിച്ചതെന്ന് മുഹമ്മദിൻ്റെ വായിൽ നിന്ന് പറഞ്ഞു എന്ന് മുഹമ്മദിൻ്റെ സ്വന്തം ഭാര്യയായിട്ടുള്ള ആയിഷ കുഞ്ഞ് പറഞ്ഞിരിക്കുന്ന കാര്യം എടുത്തുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. അത് ഹദീസുകൾ കൃത്യമായി നിർത്തിക്കൊണ്ടാണ് നമ്മൾ ഇല്ല, ഞാനൊന്ന് ആഡ് ചെയ്യാം. ട്രൂത്ത്, ഇതിലെ പ്രശ്നം എന്താന്ന് വെച്ചാല് ഈ ക്ലബ്ബ് ആദ്യം മുതൽ ഇത്രയും വിജയകരമായിട്ട് പോകുന്നില്ല. ഞാൻ പറയുന്നത് കേൾക്കാവോ? നമ്മളെ ഇവിടെ ഉള്ള പല റൂമുകളും ക്ലോസ് ആയി പോയിട്ട് പോലും ഈ റൂം ഇത്രയും വിജയപരമായി പോകുന്നതിന് കാരണം എന്ന് വെച്ചാൽ ഇതിനകത്ത് സംസാരിക്കുന്നതിൽ ഇവിടെ ഉള്ള ആൾക്കാരല്ല, തെളിവ് വെച്ചാണ് സംസാരിക്കുന്നത്. ഇപ്പൊ ട്രൂത്ത്, ഇപ്പം ഇവിടെ ഇരിക്കുന്ന ചെങ്ങുച്ചാനൊക്കെ എന്ന് വെച്ചാല് പണ്ട് മുതൽ ഇവിടെ ഉണ്ടായത് ഏകദേശം 2 വർഷത്തിന് മേളിലായി ചെങ്ങുച്ചാനൊക്കെ ഈ പ്രോഗ്രാം നടത്തി തുടങ്ങിയിട്ട്. നമ്മളെല്ലാവരും എന്റെ ഭാഗമൊക്കെയായിരുന്നു. ഞാനിപ്പോ അതിനകത്ത് ഇല്ല. കാരണം വെച്ചാൽ ഇല്ലാന്ന് വെച്ചാല് എന്റെ ജോലി തിരക്ക് കാരണം എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ ഇവിടെ വരുന്ന ഒരു കാര്യം എന്ന് വെച്ചാല് നിങ്ങൾ നോക്കേണ്ടതെന്ന് വെച്ചാല് ഇത് ഇതൊരു തെളിവായിട്ട് എടുത്തിട്ടുണ്ടോ? ഇങ്ങനെ ഒരു ക്ലബിനകത്ത് ഇങ്ങനെ ആവശ്യമില്ലാതെ മുഹമ്മദിനെ അള്ളാഹുവിനെ മോശമായി ചിത്രീകരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കേസിന് ഫയൽ ചെയ്യുവാണെങ്കിൽ ഇതിന് പുറകെ നടക്കുന്ന ട്രൂത്ത് ആയിരിക്കത്തില്ല. ഇതിന് പുറകെ നടക്കുന്നത് ഇതിനുള്ള മോഡറേറ്റേഴ്സ്, അഡ്മിൻസ് ആയിരിക്കും ഇതിന് പുറകെ നടക്കുന്നത്. ആക്ച്വലി ഇത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ, ഒരു കോർട്ടിന് അവിടെ ചെന്ന് കഴിഞ്ഞാലും കേസ് വിളിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ഇല്ലാത്ത ഒരു കാര്യം പബ്ലിക്കായിട്ട് ഇത് പറഞ്ഞു എന്ന് പറയുവാണെങ്കിൽ അത് കേസിന്റെ ബലത്തിന് കൂടുതൽ കാരണമായി തീരും. അതുകൊണ്ടാണ് നമ്മൾ ഈ പറയുന്നത് ആവശ്യമില്ല. നമ്മൾ ഈ പറയുന്നതെല്ലാം ബുക്കിന്റെ റെഫറൻസിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന മോഡറേറ്റേഴ്സ് എല്ലാം പറയുന്നത്. ഞാൻ പറഞ്ഞു തീർത്തോട്ടെ. ഈ പറയുന്നതെല്ലാം ബുക്കിന്റെ അടിസ്ഥാനത്തിലും അന്നേരം ഈ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കേട്ടുകൊണ്ടിരിക്കുന്ന ചില എക്സ്ട്രീം മുസ്ലിങ്ങളുണ്ട്. അവരുടെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റൂം പൂട്ടിക്കുക, അല്ലെങ്കിൽ ഇതിനകത്തുള്ള മോഡറേറ്റേഴ്സിനെ കള്ളക്കേസിൽ കൊടുക്കുക എന്നുള്ള ഉദ്ദേശം വെച്ച് നടക്കുന്ന കുറെ ആൾക്കാരുണ്ട്. അന്നേരം ആ ഒരു ത്രെട്ട് നമ്മൾ ഒഴിവാക്കാൻ വേണ്ടിയാണ് ഈ ക്ലബിനകത്ത് ആവശ്യമില്ലാത്ത, പുസ്തകത്തിനകത്ത് ഇല്ലാത്ത കാര്യം പറയില്ലെന്ന് പറയുന്നത്. ഇപ്പൊ ട്രൂത്തിന് മനസ്സിലായെന്ന് വിചാരിക്കും. എല്ലാം മനസ്സിലായി. നിങ്ങൾ പറഞ്ഞ 100% അല്ല 200% കറക്റ്റ് ആണ്. നമുക്ക് ഒരു പ്രൂഫ് ഇല്ലാതെ അല്ല, ഒന്നുകൂടി അത് പൂർത്തീകരിക്കട്ടെ. ട്രൂത്ത് അത് പൂർത്തീകരിക്കട്ടെ. ഒന്ന് സമാധാനപ്പെടൂ. അതുപോലെ നിങ്ങളുടെ ഉദ്ദേശം അതാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ട്രൂത്തിനോട് പറഞ്ഞത് മനസ്സിലായോ? തെറ്റിദ്ധാരണകൾ വെറുതെ വിളിച്ചു പറഞ്ഞിട്ട് അതുകൊണ്ടുവന്ന് എടുത്തുകൊണ്ടുവന്ന് മറ്റുള്ള സ്ഥലത്ത് പ്രചരിപ്പിക്കുവാൻ സാഹചര്യം ഒരുക്കി കൊടുത്താൽ അതോടുകൂടി ഈ റൂം എൻ്റെ ആക്കി കിട്ടും. ആ ഒരു ഉദ്ദേശം നിങ്ങൾക്കും ഉണ്ടോ എന്ന് എനിക്കിപ്പോ സംശയം തോന്നുന്നു.
ഓക്കെ, പറഞ്ഞോളൂ ആയിരം ബദറെ. അല്ല, അതിനെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യാം. ഞാൻ എൻ്റെ വോയിസ് എനിക്ക് നെറ്റ്വർക്ക് ആക്ച്വലി ഡൗൺ ആയിപ്പോയി. എവിടെ വരെ കേട്ടു എന്നറിയില്ല. ഞാൻ പറഞ്ഞ തെളിവ് കേട്ടിരുന്നു ഐറൺ ബ്രദറെ? ഞാൻ കേട്ടായിരുന്നു. ഓക്കെ, അപ്പം താങ്കളൊന്ന് എടുത്തോളൂ സഹോദര. ട്രൂത്ത് ബ്രദർ സാം. ഓക്കെ ഓക്കെ, ഞാൻ ഹദീത്ത് വായിക്കാം കേട്ടോ. ഏത് ഹദീതാണ്? ഹദീസ് സഹി ബുഖാരി 3:47:786. ഓക്കെ. Okay, narrated by Anas bin Malik. A Jewish brought a poisoned cooked sheep for the prophet, who ate from it. She was brought to the prophet, and he was asked, "Shall we kill her?" He said, "No." I continued to see the effect of the poison on the plate of the mouth of Allah's apostle. Okay, ഇത് ഒരു ഹദീത്താണ്. അപ്പൊ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഒരു ജൂയിഷ് എൻ്റെ പൊന്ന സഹോദര കൈന്നിട്ട് വായിക്കുവാണെന്നെങ്കിലും കൈന്നിട്ട് വായിക്കുവാണെങ്കിൽ അത് സ്ട്രക്ചർ കംപ്ലീറ്റ് ആയിട്ടെങ്കിലും വായിക്കും. താങ്കളിപ്പോൾ എന്താ ഇവിടെ പറഞ്ഞേ? ഞാൻ ഇപ്പോഴും ആ വിഷത്തിൻ്റെ അംശം പാത്രത്തിൽ കാണുന്നു, വായിൽ കാണുന്നു. ഇതിലേതിലാണ് കാണുന്നത്? മുഹമ്മദിന്റെ വായിൽ കാണുന്നു പാത്രത്തിൽ? ഒന്നുകൂടെ വായിച്ചേ. ഒന്നുകൂടി വായിക്കാം. Narrated by Anas bin Malik. A Jewish brought a poisoned sheep for the prophet, who ate from it. എൻ്റെ പൊന്നു സഹോദര, ഇങ്ങനൊരു ഹദീസ് ഇല്ലല്ലോ. ഇങ്ങനല്ലല്ലോ അത്. ഇങ്ങനൊരു ട്രാൻസ്ലേഷൻ ഇല്ലല്ലോ. ഏതിൻ്റെ? അതല്ല, അച്ചങ്ങ ഒരു മിനിറ്റ്. അത് എങ്ങനെയാണ്? സഹി ബുഖാരി 3:47:786. Volume 3, book number. അങ്ങനെ പറയാം ബ്രദർ. Volume 3, book number 47. റെഫറൻസ് എത്ര? ബുക്ക് നമ്പർ 47 ആണ് ഇതേക്കുറിച്ച് പറയുന്നത്. ബുക്ക് നമ്പർ 64 അല്ലേ? ഓക്കെ, നമുക്ക് എടുക്കാം. 3:47:786. ആ ലിങ്ക് ഒന്ന് ഇട്ടേരെ. ആ ലിങ്ക് ബുക്ക് നമ്പർ 47. ഭാര്യ ബദറെ ഒന്ന് അത് ചാറ്റിലിടണ്ട. എൻ്റെ പേഴ്സണൽ ചാറ്റിലിടും. അങ്ങനെ ചാറ്റിൽ എല്ലാ ലിങ്കുകളും സേഫ് അല്ല. ഹദീസ് നമ്പർ എത്രയാണ്? സഹി ബുഖാരി വോളിയം 3. കാര്യം പുള്ളി പറയുന്ന ഗ്രാമർ സ്ട്രക്ചേർഡ് അല്ല, അതുകൊണ്ടാണ് പെട്ടെന്ന് ഡൗട്ട്. അങ്ങനത്തെ ഒരു സാധനം സഹി ബുഖാരി 3:47. 3:47 ഏത് ഹദീത്താണ്? 786. ശരി, ശരിക്കൊന്ന് ചെക്ക് ചെയ്യണേ ഭാര്യ ബദറെ. ശരി പ്ലീസ്. ബ്രദർ അത്രയും വറി ആവാതെ. ഓക്കെ. സഹി ബുഖാരി വോളിയം 3 ബുക്ക് നമ്പർ 47 അല്ലല്ലോ സഹോദര. 47:786. നറേറ്റഡ് അബൂ ഹുറൈറ ആണല്ലോ അവിടെ. Narrated by Anas bin Malik. സഹി ബുഖാരിയുടെ വോളിയം 3 47-ാമത്തെ ബുക്ക് ഹദീസ് നമ്പർ 786 ആരംഭിക്കുന്ന എങ്ങനെയാണ്? അബൂ ഹുറൈറ നിവേദനം എന്ന് പറഞ്ഞുകൊണ്ട്. നറേറ്റഡ് ബൈ അബൂ ഹുറൈറ. Allah's apostle said, anyone whom Allah has given wealth but he may not have paid his zakat on the resurrection day, his wealth. അതായത് അള്ളാഹു ധനം നൽകി. ഇന്നലെ നമ്മൾ സംസാരിച്ച ഹദീത്താണിത്. അള്ളാഹു ധനം നൽകുകയും സക്കാത്ത് നൽകാതിരിക്കുകയും. ബുഖാരി ബുക്ക് നമ്പർ 3 വോളിയം നമ്പർ 47 ഹദീസ് നമ്പർ 786 കേട്ടോ. ഇത് ഈ പറയുന്ന സാധനം ലിങ്കുകളാണെങ്കിൽ ഒന്ന് അയച്ചു. ഇനിയിപ്പോ വേറെ ഏതെങ്കിലും അടുത്ത് മാറ്റി അങ്ങനെ കൊടുത്തിട്ടുണ്ടോ? ഞാൻ വായിക്കാം. അത് ഹദീസ് നമ്പർ വോളിയം 3 ബുക്ക് നമ്പർ 47 ഹദീസ് നമ്പർ 786. സഹീഹ് അൽ ബുഖാരി 2617 sunna.com 2617. Narrated Anas bin Malik. A Jewish brought a poisoned cooked sheep for the prophet, who ate from it. She was brought to the prophet, and he was asked,
shall we kill her? He said, no. Hmm. I continued to see the effect of the poison on the plate of the mouth of Allah's messenger. ഇതല്ലേ ഞാൻ പറഞ്ഞു. ഓക്കെ, പക്ഷെ അവിടെ ബ്രദർ പറഞ്ഞ പോലെ നീലിച്ചിരിക്കുമെന്ന് അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. അതെ അതെ, അല്ല ഈ പറഞ്ഞത് ഞാൻ വായിച്ചു, ഓക്കെ ഓക്കെ അതുണ്ട്. പക്ഷെ ഓക്കെ ഈ ഫൈൻ പറഞ്ഞ ഫൈൻ പോലെ ഫൈൻ. നീലിച്ചെന്നോ അല്ലെങ്കിൽ ദേഹം പൊട്ടിയെന്നോ അത് ആ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. ഓക്കെ ഓക്കെ, അല്ല അത് ഞാൻ അത് ഞാൻ അല്ല ക്ലാരിഫൈ ഒരു ചെയ്യാം. സെക്കൻഡ് ഒരു പക്ഷേ സെക്കൻഡ് ഈ സംഭവം ഞാൻ എടുത്തു പുള്ളി പറഞ്ഞതുപോലെ തന്നെ ഗൂഗിളിൽ അടിച്ചു കൊടുത്തപ്പോൾ സാധനമുണ്ട്. അതിനകത്ത് കൊടുത്തേക്കുന്നത് സോഴ്സ് മെറ്റീരിയൽസ് ഫ്രം ദി യൂണിവേഴ്സിറ്റി ഓഫ് ദി സദേൺ കാലിഫോർണിയ MSA സൈറ്റ് ഹദീത് ഇ ബുക്സ് കൺവേർട്ടഡ് ഫ്രം ഇമാൻ സ്റ്റാർ ആണ്. അല്ല അത് അപ്പം ഭായി പറഞ്ഞു. എൻ്റെ പൊന്നു സഹോദരൻ ഒരു സെക്കൻഡ് ഒരു കാര്യം പറഞ്ഞു തരട്ടെ. അതിൻ്റെ എന്നാ പിന്നെ ഇതിൻ്റെ സോഴ്സ് എന്ന് പറഞ്ഞു സഹോദര. സഹീഹ് ബുഖാരി 3:47:786 സോഴ്സ് പറ സഹോദര. സഹി ബുഖാരി എന്റെ ബുക്ക് നമ്പർ 3:47:786 അടിച്ചു കൊടുത്തപ്പോൾ ഓൺലൈനിൽ അടിച്ചു കൊടുത്തപ്പോൾ വന്നതാണ്. അതിൻ്റെ താഴെ ഫുഡ് നോട്ടിൽ സോഴ്സ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ബിക്കോസ് ഇതിനെ നേരിട്ട് അറബിക്കിൽ നിന്നല്ല ട്രാൻസ്ലേറ്റ് ചെയ്തേക്കുന്നത്, ഇത് മറ്റേ വെളുപ്പിച്ചേക്കുന്ന സൈറ്റിൽ നിന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തേക്കുന്നതാണ്. അല്ല ഞാൻ ഓക്കെ, താങ്കൾ പറയട്ടെ. ഒരു സെക്കൻഡ് ഇതിൻ്റെ ഫുള്ള് സാധനം പറഞ്ഞു തരാം. ഇങ്ങനൊന്നും അല്ല അടുത്തേക്ക് കൊണ്ടുവന്നത്. ഫുഡ് കൊണ്ടുവന്നപ്പോഴേ മുഹമ്മദ് വിളിച്ചിട്ടൊന്നുമില്ല. അത് എങ്ങനെയാണ് വിളിച്ചതെന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ താങ്കൾ എടുക്കൂ സഹി ബുഖാരി, അതേ ഗൂഗിളിൽ ഇങ്ങനെ ഒന്ന് അടിച്ചേ. സഹി ബുഖാരി വോളിയം നമ്പർ 5, സഹി ബുഖാരി വോളിയം നമ്പർ 5 ബുക്ക് നമ്പർ 59 ഹദീസ് നമ്പർ 713. വാര്യർ ബ്രദറെ, അത് sunna.com ഒന്ന് കയറി നോക്കിക്കേ. സഹി ബുഖാരി 2617 കേട്ടോ. ഞാൻ കണ്ടു ലിങ്ക് സംഭവം ഞാൻ കണ്ടു രണ്ടും ഞാൻ കണ്ടു. ലിങ്ക് ഒന്ന് പോസ്റ്റ് ചെയ്ത് തരാം ഐരൻ ബ്രദറെ, മുകളിലേക്ക് ഒന്ന് പോസ്റ്റ് ചെയ്ത് തരാം. ഐരൻ ബ്രദറെ ഒന്ന് പോസ്റ്റ് ചെയ്ത് മോഡായിട്ടുണ്ട്. നിങ്ങളൊക്കെ പറയുന്നത് ശരിയാണെന്ന് നമുക്ക് ചെയ്തു ലിങ്ക് ചെയ്തിട്ടുണ്ട്. ഇതിനകത്ത് എവിടെയാണ് സഹോദര എങ്കിലും ചോദ്യം നിൽക്കുന്നു? ഇതിനകത്ത് എവിടെയാണ് ശരീരം പഴുത്തുന്നോ നീലിച്ചെന്നോ പൊട്ടിയെന്നോ ഒക്കെ പറഞ്ഞിരിക്കുന്നത് എവിടെയാണ്? ഓക്കെ, അതിന്റെ ഉത്തരം നമുക്ക് പറയാം. നമുക്ക് സാധാരണ ഇതിന്റെ ഒരു എക്സാക്ട് ഡീറ്റെയിൽ വേണമെങ്കിൽ ഞാൻ കണ്ടുപിടിക്കാം. പക്ഷെ ഒരു പോയിസൺഡ് ബോഡി എങ്ങനെ ഇരിക്കും? സാധാരണ മരണം അല്ലല്ലേ പോയിസൺ ബോഡിക്ക് ഉണ്ടാവുന്നത്? നീലിച്ചല്ലേ വിഷം എന്ന് പറഞ്ഞാൽ വിഷം ഒരു ഉള്ളില് എന്റെ സഹോദര, താങ്കളുടെ നിഗമനങ്ങളല്ല ഇവിടെ വേണ്ടത്. ഓക്കെ ഫൈൻ, ഓക്കെ വേണ്ട, ബ്ലൂ ആൻഡ് ബ്ലാക്ക് വേണ്ട, പോയിസൺഡ് അല്ല ആണ്. എന്റെ പൊന്നു സഹോദര, ഇത് ഈ ഒരു കാര്യമാണ് പറഞ്ഞത്. ഇവിടെ സംസാരിക്കുന്ന ഓരോ അക്ഷരങ്ങൾക്ക് പോലും പ്രാധാന്യമുണ്ട്, മനസ്സിലായോ? ഇവിടെ ബ്ലൂ ആൻഡ് ബ്ലാക്ക് വേണ്ടാന്ന് താങ്കൾ പിന്നീട് പറയുന്നതിലല്ല കാര്യം. ആ ഒരു സംഭവത്തിൻ്റെയാണ് നമ്മൾ തെളിവ് ചോദിച്ചത്. മുഹമ്മദ് വിഷം കഴിച്ചു എന്ന്, മുഹമ്മദിൻ്റെ വായിൽ വിഷമുണ്ടായിരുന്നു, പല കാര്യങ്ങളും നമ്മളിവിടെ വായിച്ചിട്ടുണ്ട്, അതെല്ലാം ഹദീസുകളിലുള്ളതാണ്. നമ്മൾ ചോദിച്ചതും സത്യബ്രദർ ആദ്യം ഇൻ്റർഫിയർ ചെയ്തതും താങ്കൾ ഈ പറഞ്ഞ ശരീരം നീലിച്ചു, പൊട്ടി, പഴുത്തു, പൊട്ടി എന്നീ പറഞ്ഞ 3 കാര്യങ്ങളുടെയാണ് തെളിവ് ചോദിച്ചത്. അങ്ങനെ വല്ലതും ഉണ്ടോ? കാര്യം മുഹമ്മദ് മരിക്കുന്നത് സാധാരണ പോയിസൺഡ് ശരീരം അന്നേരം മരിക്കുമ്പോൾ 3 വർഷത്തോളം കഴിഞ്ഞിട്ടാണ് മുഹമ്മദ് മരിക്കുന്നത്. അല്ല, മരിച്ചു കഴിഞ്ഞിട്ടാണ് ഓക്സിജനേറ്റഡ് ബോഡിയിൽ ഒരു നീലിക്കുന്നത്. മരിക്കുന്ന മുന്നേ എങ്ങനെയാണ് ഒരു നീലിക്കുന്നത്? അങ്ങനെ മരിച്ചു കഴിഞ്ഞിട്ടല്ലേ നീലിക്കുന്നത്? അടിപൊളി. പാമ്പ് കടിച്ച ആളുടെ ശരീരം ബ്രദറെ, ഇതില് പ്രശ്നം ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു. ഇത് എന്തുകൊണ്ടാണ് നമ്മൾ ഇത് പ്രൊമോട്ട് ചെയ്യാത്തതിന്റെ കാരണം പറഞ്ഞു. ഈ ഒരു കൺക്ലൂഷൻ തന്നെ നമ്മള് ഇപ്പം ഇസ്ലാമിക വിഭാഗത്തിൽ നിന്ന് ആൾക്കാർ വരുമ്പോഴത്തേക്ക് ഈ ഒരു കൺക്ലൂഷൻ ഞങ്ങൾ അനുവദിക്കത്തില്ല. കാരണം വെച്ചാല് ഇവർ ഈ പറയുവാണ് തല്ലിക്കൊന്നു എന്ന് പറയുമ്പോഴത്തേക്ക് ഞങ്ങൾ ചോദിക്കുന്നത്, നിങ്ങൾ ബൈബിളിനകത്ത് അതിന്റെ തെളിവ് എവിടെ എന്നാണ് ഞങ്ങൾ ചോദിക്കുന്നത്. ഈ തെളിവ് നമ്മളിപ്പം ഈ ബ്രദർ പറഞ്ഞ കാര്യം തന്നെ നമ്മൾ എടുത്തെന്ന് വെച്ചോ, സപ്പോസ് അത് എടുത്തു കഴിഞ്ഞാൽ അവര് പറയുന്ന ആർഗ്യുമെന്റ് നമ്മൾ സമ്മതിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ടാണ് നമ്മൾ ഇതുപോലുള്ള ആർഗ്യുമെന്റ്സ് നമ്മൾ എന്താ പറയുക, ഒരു പോസിറ്റീവ് ഫീഡ്ബാക്ക് കൊടുക്കാത്തത്. അല്ലാതെ നിങ്ങളോടുള്ള ദേഷ്യം കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങളോടുള്ള വിരോധം കൊണ്ടൊന്നും അല്ല ബ്രദർ, ആദ്യം മനസ്സിലാക്കുക. ഇങ്ങനത്തെ ഒരു കൺക്ലൂഷൻസിലേക്ക് നമ്മൾ ഒരിക്കലും എത്താറില്ല. നമുക്കതിൻ്റെ തെളിവുണ്ടായിരിക്കും. ഞങ്ങളിവിടെ പല കാര്യങ്ങൾ സംസാരിക്കാറുണ്ട്, ഒന്നും തെളിവില്ലാതല്ല സംസാരിക്കും. ഇപ്പോൾ അതിപ്പം ഫോർ എക്സാമ്പിൾ അജീഷ് ബ്രദർ ആണെങ്കിലും
എബ്രഹാം ബ്രദർ ആണെങ്കിലും ഞങ്ങൾക്കിപ്പോൾ അതിൽ എന്തെങ്കിലും ഒരു ഡൗട്ട്, അതായത് അവർ പറഞ്ഞ് ശരിയല്ല എന്നല്ല, അത് നമ്മൾ വായിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ ചോദിക്കും, അജീഷിച്ച് അത് എവിടെയാണ് ഒന്ന് പറഞ്ഞു തരാമോ? എബ്രഹാം ബ്രദറെ, ഐറൺ ബ്രദറെ, അല്ലെങ്കിൽ ഈ സിസ്റ്ററെ, ആ ഒരു ഹദീസ് ഒന്നും കൂടെ, ചിലപ്പോൾ അത് പറഞ്ഞിട്ടായിരിക്കും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എങ്കിലും നമ്മൾ ചോദിക്കും. നോട്ട് ചെയ്യാൻ പറ്റിയില്ല, എവിടെയെങ്കിലും ഓടി വരുമ്പോഴത്തേക്ക് മനസ്സിൽ നിന്ന് മിസ്സായി പോയെങ്കിൽ ഒന്നും കൂടെ ചോദിക്കും, ആവർത്തിച്ച് ചോദിക്കാറുണ്ട്. ഞാൻ പ്രത്യേകിച്ച് എടുത്ത് ചോദിക്കാറുണ്ട്, അലി സിസ്റ്ററെ, അജീഷ് ബ്രദറെ, ആ തെളിവ് ഒന്നും കൂടെ പറയാമോ? കാര്യം റെഫർ ചെയ്തൊക്കെ അതിന് മുകളിലും താഴെയൊക്കെ വേറെ ആവശ്യമുള്ള ഒരുപാട് ഹദീസുകളുണ്ടാവും. അത് റെഫർ ചെയ്യാനും വായിക്കാനും പഠിക്കാനും വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. അതുപോലെ തന്നെയാണ് താങ്കളോട് ചോദിച്ചത്, ഇങ്ങനൊരു സംഭവം കാരണം ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. അലി സിസ്റ്ററെ, ഇദ്ദേഹം ഇവിടെ വന്നിട്ട് ഇദ്ദേഹം ഒരു കാര്യം പറഞ്ഞു. ട്രൂത്ത് ഞങ്ങൾ സംസാരിക്കാൻ മൈക്കെടുക്കാരെ. ഇദ്ദേഹം കുറച്ച് നേരം സംസാരിച്ചു, മുഹമ്മദിൻ്റെ മരണമൊക്കെ പറഞ്ഞു. അന്നേരം പറയുന്നത്, ഇവിടെ പോയി വിഷം കഴിച്ച മുഹമ്മദിൻ്റെ ശരീരം നീലിച്ചു, പഴുത്തു, ആ ശരീരം പൊട്ടി അളിഞ്ഞു. അപ്പം സത്യബ്രദർ ഇൻ്റർഫിയർ ചെയ്തിട്ട് ചോദിച്ചു, ഞാൻ പറഞ്ഞത് ക്ലിയർ അല്ലേ എന്ന് ചോദിച്ചു. സത്യബ്രദർ ചോദിച്ചു, ക്ലാരിഫിക്കേഷൻസ് വേണം. നീലിച്ചു എന്നോ പഴുത്തു എന്നോ പൊട്ടിയെന്നോ ഒന്നും നമ്മൾ ഹദീത്തുകളിൽ വായിച്ചിട്ടില്ല. നാളെ ഇവർ മറ്റവരെടുത്തോണ്ടോ കണ്ടോ നമ്മുടെ നബിയെക്കുറിച്ച് പറയുന്നത് കണ്ടോ, ഇങ്ങനെ എവിടെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ആര് റെസ്പോൺസിബിൾ ആയിരിക്കും? ഒബ്വിയസ്ലി പേര് വരുന്നത് അച്ചക്കുഞ്ഞിൻ്റെ റൂമിൽ ഇരിക്കുന്നതാണ്ട് എബ്രഹാം ഇരിപ്പുണ്ട്, ലീ ഇരിപ്പുണ്ട്, വാര്യർ ഇരിപ്പുണ്ട്, ഐറനുണ്ട്, അജീഷുണ്ട്, ക്രൈസ്റ്റുണ്ട്. എന്തുകൊണ്ട് നിങ്ങൾ ചോദിച്ചാൽ അവരുടെ റൂമിൽ ഇരുത്തിക്കൊണ്ട് അവർ പറയിച്ചതാണ് എന്നേ പറയൂ. അപ്പം നാളെ ഇവരിങ്ങനെ ഈ സാധനം പറയുന്നത് കൊണ്ട് നമ്മൾ ഇതിനെ എന്ത് ചെയ്യുന്നു? ഞാൻ ഇവിടെ ക്ഷമിക്കണം, ഞാൻ ആരെയും പേരെടുത്ത് വിളിച്ചല്ല, അവർ പറയുന്നത് പോലെ പറഞ്ഞതാണ്, അവരുടെ നെറേറ്റീവ് പറഞ്ഞതാണ്. സോ അവരിതിനെതിരെ മൂവ് ചെയ്യുന്നത്, ക്ലബ് ഹൗസിൽ മൂവ് ചെയ്യുന്നത് നമ്മളിവിടെ കള്ളം പറയുന്നു എന്ന് വെച്ചിട്ട്. അപ്പം ഞാനും സ്വാഭാവികമായും നമ്മൾ പഠനത്തിൻ്റെ ശൈലിയിൽ ഇരിക്കുന്നതുകൊണ്ട് അദ്ദേഹത്തോട് ചോദിച്ചു, ബ്രദറെ ആ റെഫറൻസ് ഒന്ന് പറയാമോ, എവിടെ നിന്നാണ് അങ്ങനെ കിട്ടിയത്? അതുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഉണ്ട്, അതിന് ഹദീസുകളുണ്ട്, റെഫറൻസ് ഉണ്ടെന്ന് പറഞ്ഞു. അതൊന്ന് പറയാമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം കൊണ്ടുവന്ന ഒരു റെഫറൻസിൽ അങ്ങനെയൊന്നും ഇല്ല. അപ്പോൾ തെളിവ് നമ്മൾ വെക്കണം എന്നുള്ളൊരു പോയിന്റ് നമ്മൾ പറഞ്ഞു എന്നേ ഉള്ളൂ ഈ സിസ്റ്റർ, വേറെ ഒന്നുമില്ല. അത് വളരെ അത്യാവശ്യമാണ് ബ്രദറെ. നമ്മളിവിടെ ഒരു കാര്യവും പ്രോപ്പർ റെഫറൻസ് ഇല്ലാതെ പറയത്തില്ല ബ്രദറെ. പ്രോപ്പർ റെഫറൻസ് വെക്കാതെ, അതായത് താഴെ ഇരിക്കുന്ന പലരും അവർക്ക് വായി തോന്നിയതൊക്കെ ചിലപ്പോൾ എഴുതി വിടും. ഞങ്ങളെല്ലാം ഇപ്പം നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റില്ല. അപ്പൊ കാണുമ്പോൾ നമ്മൾ അവരോട് പറയും, നമ്മൾ പറയും അങ്ങനെ എഴുതരുത്, അല്ലെങ്കിൽ നമ്മൾ ഡിലീറ്റ് ചെയ്ത് കളയും. കാരണം തെളിവില്ലാത്ത ഒരു കാര്യം നമ്മൾ പറയരുത്. തെളിവുണ്ടെങ്കിൽ അത് നമുക്ക് വായിച്ച് കേൾപ്പിക്കാൻ പറയാം. ഞാനും പലപ്പോഴും വായിച്ചത് മാത്രമേ പറയുള്ളൂ, പലപ്പോഴും റെഫറൻസ് നമ്മുടെ മുമ്പിലുണ്ടെങ്കിൽ പറയും. ചിലപ്പോൾ ഓർമ്മയിൽ നിന്ന് പറയാറുണ്ട്, പക്ഷെ എനിക്ക് നല്ല ഓർമ്മയുള്ളതും ഞാൻ വായിച്ചിട്ട് അത് തെളിയിക്കാൻ കഴിയുന്നതുമായത് മാത്രമേ പറയൂ. എൻ്റെ കയ്യിൽ പുസ്തകങ്ങൾ ഉണ്ടാവും, പക്ഷേ പറയുമ്പോൾ നല്ല ബോധ്യമുള്ളതേ പറയത്തുള്ളൂ. കാരണം നമ്മൾ എന്തിനാണ് നുണയൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് യേശുക്രിസ്തുവിനെ നന്നാക്കി കാണിക്കാൻ വേണ്ടി ആരെയും കുറ്റോ കുറവോ പറയേണ്ട ആവശ്യമില്ലല്ലോ. യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടില്ല എന്ന് നമ്മൾ പറയുന്നില്ലല്ലോ. യേശുക്രിസ്തുവിനെ ക്രൂശിച്ചു, അദ്ദേഹം മരിച്ചു, അത് തന്നെയാണ് നമ്മൾ പറയുന്നത്. അതൊന്നും നമുക്ക് വെളുപ്പിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ പഴുത്തു പുഴുത്തു എന്ന് നമുക്ക് എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടെങ്കിൽ ഇത് വായിക്കാം, പക്ഷെ ഇല്ലെങ്കിൽ നമ്മളായിട്ട് ഇവിടെ സ്പീക്കേഴ്സ് പാനലിൽ ഇരുന്നു കൊണ്ട് പറയാൻ പാടില്ല. അതാണ് പോയിന്റ്. അത് അല്ല സിസ്റ്ററെ, അത് മാത്രമല്ല, അങ്ങനെ നമ്മളൊരു എന്താ പറയാ, അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവര് വന്ന് പറയുമ്പോഴും നമ്മള് മൂളി കേൾക്കേണ്ടതായിട്ട് വരും. ഇപ്പൊ ക്രിസ്ത്യാനികളെ കുറിച്ച് ക്രിട്ടിസൈസ് ചെയ്യുന്ന സമയത്ത് അവരെന്തെങ്കിലും ഒരു കാര്യം കൊണ്ടുവരുവാണെങ്കിൽ നമുക്ക് തെളിവ് ചോദിക്കാൻ പറ്റാതെയും വരും. അതുകൊണ്ടാണ് ഈ റൂം നമ്മൾ ഇത്രയും പ്രോപ്പർ ആയിട്ടുള്ള ഒരു എന്താ പറയാ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഈ തെളിവുകൾ വെച്ച് മാത്രം സംസാരിക്കുന്ന രീതിയിൽ നമ്മൾ കൊണ്ടുപോകുന്നത്. യെസ്, കറക്റ്റ്. ട്രൂത്ത് ബ്രദർ, നിങ്ങളോട് ഞങ്ങൾക്ക് ദേഷ്യമോ അങ്ങനെ ഡിസ്റെസ്പെക്റ്റോ അങ്ങനൊന്നും ഇല്ല. അങ്ങനെ ആ ഒരു രീതിയിലല്ല, അങ്ങനൊന്നും വിചാരിക്കരുത്. ഇത് ഈ റൂമിന്റെ ഡെക്കോറോ അങ്ങനെയാണ്, അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ പറഞ്ഞത് കേട്ടോ. എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം ഇന്നത്തെ കാലം അത് അത്രയും ശരിയല്ല. ഒന്നാമത് മറുനാടനെ പിടിച്ച് അകത്താക്കി. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും.
ഓക്കെ, ഞാൻ എന്റെ അപ്പം ഞാൻ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ബ്ലാക്ക് ആൻഡ് ബ്ലൂ ആയി വിഷം കൊണ്ടായതാണെന്ന് ഞാൻ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ പിൻവലിച്ചു. എന്റെ സ്റ്റോറി ഞാൻ മുന്നോട്ട് കണ്ടിന്യൂ ചെയ്യാമോ? ഇല്ല, നമുക്ക് തെളിവുകളില്ലാതെ നമുക്കൊരു സ്റ്റോറി ഇവിടെ ബിൽഡപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. ട്രൂത്ത് ബ്രദറെ, നമ്മളിവിടെ ഒരു സിനിമ എടുക്കുകയല്ല. അല്ല, സ്റ്റോറി നമുക്കൊരു അല്ല, സ്റ്റോറി ഞാൻ കിഡ്സ്റ്റാ. ഒരു സെക്കൻഡ് ബ്രദറെ, ഞങ്ങളിവിടെ സംസാരിക്കുമ്പോൾ മൈക്ക് എടുക്കല്ലേ. താങ്കളൊന്ന് മ്യൂട്ട് ചെയ്യൂ. താങ്കളുടെ എക്കോ അടിക്കുന്നു. കിഡ്സ്റ്റാ ഒന്ന് മുകളിലേക്ക് കയറി വരാമോ? കിഡ്സ്റ്റ മുകളിലേക്ക് കയറി വരാം, ഇല്ലെങ്കിൽ റൂമിൽ നിന്ന് പുറത്തേക്ക് പോകാം. ഞാനൊരു വാക്ക് പറഞ്ഞോട്ടെ വാര്യർ ബ്രദറെ? യെസ്. ട്രൂ സഹോദര, നിങ്ങള് കഥ പറയാനാണെങ്കിൽ ഇതിനകത്ത് ഇരിക്കേണ്ട, താഴെ ഇരുന്ന് നീ കേൾക്കുക, എന്നിട്ട് തെളിവ് വെച്ചിട്ട് നിങ്ങൾ സംസാരിക്കുക. ക്ഷമിക്കണം, സ്നേഹക്കുറവല്ല. നേരത്തെ നായരൻ ബ്രദർ പറഞ്ഞതുപോലെ സ്നേഹക്കുറവല്ല. ഇതിനകത്ത് ഇങ്ങനെ വന്നിട്ട് കഥ പറയാൻ നമുക്ക് റൂം വേറെ ഇട്ടിട്ട് കഥ പറയുന്നവരുണ്ട് അപ്പുറത്ത്. അവരെ കൂട്ടത്ത് പോയിരുന്ന് അവരുടെ അടുത്ത് കഥ പറഞ്ഞു കൊടുത്താൽ അവർ തെളിവില്ലാതെ സംസാരിക്കുന്നുണ്ട്. അവരെ കൂട്ടത്ത് പോയിരുന്ന് തെളിവില്ലാതെ സംസാരിച്ചോളൂ. അതുകൊണ്ട് വിഷമം ധരിക്കരുത്. ഞാൻ എന്തായാലും താഴേക്ക് ഇടുന്നില്ല. കൂട്ടുകാരൻ തന്നെ താഴേക്ക് പോയിരുന്നാൽ മതി. തെളിവോടുകൂടി സംസാരിക്കാൻ എന്ന് വരുന്നുവോ അന്ന് എപ്പോഴും ഇതിനകത്ത് സംസാരിക്കാം. വളരെ റിപ്പോർട്ട് ഐ ഡി ഉള്ളത് കൊണ്ട് ഒന്ന് ഓർത്തുകൊണ്ടാണ് നല്ലത്. ഓക്കെ, ഇത്രയും ഞാൻ പറഞ്ഞു നിർത്തുകയാണ്. ശരി കൂട്ടുകാരൻ. ഓക്കെ, പോയല്ലോ ബ്രദറെ, മുട്ടയിട്ടിട്ട് പോയല്ലോ. മുട്ടയിട്ടിട്ട് പോയെങ്കിൽ ആ മുട്ടയില നമ്മളെടുത്തങ്ങ് കളയുന്നു. പ്രവാചകനെ തെറി പറയുന്ന നിങ്ങൾക്കുള്ള ശിക്ഷയാണ് ഇവിടെ മണിപ്പൂരിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. എൻ്റെ പൊന്നു സഹോദര, എന്താ കഥ? അല്ല, ഇവരുടെയൊക്കെ മനസ്സിലിരിപ്പ് എന്നിട്ട് അവർ പറയുന്നത് എന്താണ്? ഭയങ്കര സ്നേഹമാണെന്നാ. നിങ്ങൾ ഭയങ്കര സ്നേഹമുള്ളതാണ് ക്രിസ്ത്യാനി അടുത്ത്. നോക്കണം, അവര് ഇതൊക്കെ കാണുമ്പോൾ സന്തോഷിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ ഇതൊരു വലിയൊരു ദൈവത്തിന്റെ പ്രവൃത്തിയാണെന്ന് അറിയുന്നില്ല. വലിയൊരു മാനസാന്തരം വരാൻ വേണ്ടിയിട്ടുണ്ട്. അതിന്റെ മുന്നോടിയാണ് വാര്യർ ബ്രദറെ ഇതൊക്കെ സംഭവിക്കുന്നത്. ഇന്ത്യയിൽ ഒരു വലിയ ഉണർവ് വന്നിട്ടില്ല ഇതുവരെ. ഒരു ഉണർവ് ഇതുവരെ വന്നിട്ടില്ല. ഇതിന്റെ മുന്നോടിയായിട്ട് നടക്കുന്നത്. ഓക്കെ ബ്രദറെ, ഇപ്പൊ ഇദ്ദേഹത്തിന്റെ സന്തോഷം, ഹൃദയത്തിൽ സന്തോഷം ക്രിസ്ത്യാനികൾ മരിക്കുമ്പോൾ. സഹോദരന്മാരെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഞങ്ങളോട് കർത്താവ് പറഞ്ഞിട്ടുള്ളത് ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ടെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ ക്രിസ്തുവിനെ അറിഞ്ഞതുകൊണ്ട് നിങ്ങൾക്കെല്ലാം കിട്ടി, നിങ്ങളിവിടെ എന്തോ സംഭവമാണെന്നൊന്നും അല്ല ഞങ്ങളോട് പഠിപ്പിച്ചിരിക്കുന്നത്. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ഭയപ്പെടരുത്, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്നാ ഞങ്ങളുടെ കർത്താവ് പറഞ്ഞത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഭയമില്ല. മരണം ഞങ്ങൾക്ക് ഭയമല്ല, മരിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. മരണത്തിന് മുമ്പിൽ ഞങ്ങൾ ഞങ്ങളുടെ ദൈവത്തെ തള്ളിപ്പറയത്തുമില്ല. ഞങ്ങൾ റെഡിയാ സഹോദരന്മാരെ. കർത്താവിന് വേണ്ടി മരിക്കാൻ ഞങ്ങൾ റെഡിയാ. പക്ഷേ ഇതിന്റെ അനന്തര ഫലം എന്തെന്ന് നിങ്ങൾ നോക്കി കണ്ടുകൊണ്ടോ? നിങ്ങൾക്ക് ഇത് തന്നെ ഒന്ന് ചിന്തിച്ചാൽ മതിയല്ലോ. ഇസ്ലാം സഹോദരന്മാർ, നിങ്ങൾക്ക് ഇത് തന്നെ ഒന്ന് ചിന്തിച്ചാൽ മതിയല്ലോ. എന്തുകൊണ്ട് നിങ്ങളുടെ മതം ഒന്ന് എടുത്തു നോക്ക്. നിങ്ങളുടെ മതത്തിലെ ഖുറാനകത്ത് എന്താ? മുഴുവൻ ക്രിസ്ത്യാനിറ്റിക്ക് എതിരാണ് മുഴുവൻ പറയുന്നത്. നിരീശ്വരന്മാരെ എടുക്കുക, അവരെ എതിർക്കുന്ന ആരെ? ക്രിസ്ത്യാനിറ്റിയെ. ഹൈന്ദവ ഭീകരന്മാരെ എടുക്കുക, അവരെ എതിർക്കുന്ന ആരെയാ? ക്രിസ്ത്യാനിറ്റിയാ. ഇനി സാത്താൻ ആരാധകരെ എടുക്കുക, അവരെ എതിർക്കുന്ന ആരാ? എന്തുകൊണ്ട് ഈ മനുഷ്യരെല്ലാം ക്രിസ്ത്യാനിറ്റിയെ മാത്രം എതിർക്കുന്നു? അത് ലോകത്തെ സത്യം ഒന്നേ ഉള്ളൂ, അത് യേശുക്രിസ്തു. യേശുക്രിസ്തു മാത്രമേ സത്യമുള്ളൂ. ആ യേശുക്രിസ്തുവിന് വേണ്ടി മരിക്കുന്നത് ഏറ്റവും വലിയ അംഗീകാരമായിട്ട് കരുതുന്ന മനുഷ്യരാണ് ഞങ്ങൾ. അത് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ മരിക്കാൻ കഴിഞ്ഞാൽ അതിലും ശ്രേഷ്ഠമായിട്ട് ഒന്നുമില്ല, അതിലും ശ്രേഷ്ഠമായിട്ട് ഒന്നുമില്ലെന്ന് വിചാരിക്കുന്നവരാണ് ഞങ്ങൾ. അതുകൊണ്ട് അതിൽ ഞങ്ങൾ ഭയപ്പെടുന്നില്ല. ഞങ്ങൾ മണിപ്പൂരിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, ഇന്ത്യ ഭരിക്കുന്നവരെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കളിക്കുന്നത് ദൈവത്തിനെതിരെയാണ്, ജീവനുള്ള ദൈവത്തിനെതിരെയാണ് അവർ കളിക്കുന്നത്. അത് അവരറിയാതെയാണ് അവർ ചെയ്യുന്നത്. അതിൻ്റെ ഫലം കർത്താവ് വന്ന് ഞങ്ങളെ ചേർത്തില്ലെങ്കിൽ അതിൻ്റെ ഫലം നിങ്ങൾ അധികം താമസിക്കാതെ കാണുന്നതായിരിക്കും. പക്ഷെ തീയോട് കളിക്കുന്നതെന്ന് അറിയാതെ അവർ കളിക്കുന്നത്. പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങളെ ഉപദ്രവിക്കുന്നവരോട് ക്ഷമിക്കാനും അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാനും മാത്രമേ ഞങ്ങൾ കർത്താവിനോട് പറഞ്ഞിട്ടുള്ളൂ.
കർത്താവിനെ ക്രൂശിക്കാൻ വേണ്ടി പടയാളികൾ കർത്താവിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ വാളെടുത്ത് ശത്രുപക്ഷത്ത് നിന്ന ഒരു സൈനികന്റെ ചെവി വെട്ടിയ ഞങ്ങളുടെ അപ്പോസ്തലനായ പത്രോസിനോട് കർത്താവ് പറഞ്ഞു, നിന്റെ വാൾ ഉറയിലിടുക, വാളെടുത്തവൻ വാളാൽ മരിക്കും എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം, നിങ്ങളുടെ വാളോ നിങ്ങളുടെ ശക്തിയോ എനിക്ക് ആവശ്യമില്ല. ഞങ്ങളുടെ വാളോ ഞങ്ങളുടെ ശക്തിയോ ഞങ്ങളുടെ കർത്താവിനും ആവശ്യമില്ല. ഞങ്ങൾ ആരും അവനെ ആരാധിച്ചില്ലെങ്കിലും അവൻ ഇന്നും എന്നേക്കും അനന്യൻ. ഇന്നലെയും ഇന്നും നാളെയും അവൻ അനന്യന, അവനൊരു മാറ്റവുമില്ല. ഹി ഈസ് ദ വേ, ദ ട്രൂത്ത് ആൻഡ് ദ ലൈഫ്. അതുകൊണ്ട് ഞങ്ങളുടെ ഒന്നും അവന് ആവശ്യമില്ല. അതാണ് ഞങ്ങൾ ആരാധിക്കുന്ന ദൈവം. ആ ശ്രേഷ്ഠത കണ്ടുകൊണ്ട് തന്നെ ഞങ്ങൾ ഇറങ്ങുന്നത് കൊണ്ട് അതിന് ഞങ്ങൾക്ക് അധൈര്യമൊന്നുമില്ല. മണിപ്പൂർ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ത്യ ഭരിക്കുന്ന ഭരണകർത്താക്കളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.